ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി റിവ്യൂലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു തെലുങ്ക് മൂവിയാണ്. സാന്തേവ് എന്നാണ് മൂവിയുടെ പേര്. ഇത് 2024 തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത ഓട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കാണാനിടയായത്. ഇതിൻ്റെ കാശിങ് നോക്കി കഴിഞ്ഞാൽ വെങ്കടേഷ്, ശ്രദ്ധ ശ്രീനാഥ്, റൂഹി ശർമ്മ, ബേബി സാറ തുടങ്ങിയവർക്ക് പ്രധാനമായും കാശിങ്ങാണ് വന്നിട്ടുള്ളത്. ഇതിന് സാന്തേവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പഴയ കാലം ഡോണ്, അല്ലെങ്കിൽ എല്ലാവരും ഭയന്നിരുന്ന ഒരു കഥാപാത്രം പിന്നീട് എന്താ പറയുക എല്ലാ ഫീൽഡിൽ നിന്നും പിന്മാറുന്നു. ഒരു പ്രത്യേക കാരണം കൊണ്ട് വീണ്ടും അതിലേക്ക് തിരിച്ചെത്തുന്നു. എല്ലാവരും ഭയപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് അത് മറികടക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിൽ സാന്തേവ് എന്നാണ് വെങ്കടേഷ് എതിർക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു പഴയകാല ഡോണായിട്ടൊക്കെ ചിത്രീകരിക്കാൻ എല്ലാവരും ഭയപ്പെടും. അദ്ദേഹം 100 പേരടിച്ചിരും 1000 പേരടിച്ചിരും കുറേ 1000 തോക്കുകൾ വന്നാലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയേറെ വലിയ സംഭവിച്ചിട്ടാണ് നമ്മുടെ നായനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എടുത്ത് പറയുന്ന ഒരു അച്ഛൻ മകൾ ഇമോഷണൽ സീൻസൊക്കെ എത്രമാത്രം വിജയിച്ചെന്നൊക്കെ നമ്മൾ എടുത്ത് പറയാൻ നോക്കി വെച്ചെങ്കിൽ അതൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. കാരണം വെങ്കടേഷിൻ്റെ ഒരു മോശമില്ലാത്തൊരു പ്രകടനം തന്നെയാണ് ഇതിലെടുത്ത് വെച്ചത്. പിന്നെ ആക്ഷൻ സീൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു അങ്ങോട്ട് സെറ്റാകാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ഒരു തെലുങ്ക് പടമാണെന്ന രീതിയിലൊക്കെ വെച്ചെങ്കിൽ ഒരാൾക്കല്ല തന്നെയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഭയങ്കര ലാഗിങ് തന്നെയായിരുന്നു. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഭയങ്കര ഇത് ലാൻഡ് എങ്ങനെയുള്ള അവസാനിക്കുന്ന ചിന്താതി കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൽ കഥാപാത്രത്തിന് കൊടുക്കുന്നൊരു ബിൽഡപ്പ് ഉണ്ട്. അവനെ ആരാണ് സാന്തേവ്, സൈക്കോ എന്ന് വിളിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ആ കഥാപാത്രം മുന്നേ എന്തായിരുന്നു എന്നുള്ള ചെറിയ ചെറിയ സീൻസ് മാത്രമല്ലാതെ ഡീറ്റെയിലായി തന്നെ കുറിച്ച് പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് കാര്യങ്ങളോ ഒന്നും പറയുന്നത്, എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു രോഗം വരുന്നു. നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. 17 കോടി രൂപ വേണം ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാമെന്ന് പറയുന്നു. പിന്നീട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും ഫീൽഡിലോട്ട് വരുന്നു. ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് ഒരു ഇന്നത്തെ ചെറുപ്പക്കാർക്ക് തോക്ക് കൊടുക്കാൻ പാടില്ല, തോക്ക് കൊടുത്ത് കുറേ തീവ്രവാദികളാക്കും ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെതിരെയും അദ്ദേഹം നിൽക്കുന്നുണ്ട്. കാരണം ചെറുപ്പക്കാർക്ക് തോക്കെല്ലാം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 17 കോടിയുടെ ഒരു ഇഞ്ചക്ഷൻ വേണം. കാരണം നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് 30 ലക്ഷം 40 ലക്ഷം 1 കോടി വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ പലരും ഷെയർ ചെയ്ത് കൊടുത്തുള്ള കാര്യം തന്നെയാണ്. അതെല്ലാം നല്ല കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ചിത്രത്തിലായതുകൊണ്ട് അങ്ങനെ ഭാഗം വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ മകൾക്ക് മാത്രമല്ല ബാക്കി ഒരുപാട് കുട്ടികൾക്ക് ഈ 17 കോടി വേണം തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ ഇടപെടുന്നു. സ്വന്തം മകളുടെ കാര്യം പോലും മറന്ന് ബാക്കിയുള്ളതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു നോക്കിയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ആക്ഷൻ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു പരാജയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നായകന് കൊടുത്തുള്ള ബിൽഡപ്പ് ഒരു പരിധി വരെയും ഏറ്റു. അതിൻ്റെ പുറത്തോട്ടൊരു പരാജയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതേപോലെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ വെങ്കടേഷിൻ്റെ പ്രകടനം ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ശ്രദ്ധ ഒന്നും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. ആരെയും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഗ്രേറ്റ് ഫാദർ കണ്ടിട്ടുള്ള അതേ ഒരു മുടിയൊക്കെ ഇറക്കിയിട്ട് ആരെയും വീണ്ടും ഇതിലേക്ക് ഇറക്കി വിട്ടുകയാണ്. ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടെന്നല്ല. നായകനെ സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രം ആൻഡ്രേ ജെർമിയുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. വില്ലന്മാരുടെ കൂട്ടത്തിലാണ് ആൻഡ്രേ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വെങ്കടേഷിൻ്റെ മകളെ അതിൽ സാറ ബേബി എന്നൊക്കെ പറയുന്ന കഥാപാത്രം ഓക്കൽ തന്നെയായിരുന്നു. നല്ലൊരു കഥാപാത്രമായിട്ടാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അത് നല്ല പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പാട്ടുകളൊന്നും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഡബ്ബിങ്ങിൽ വളരെ പോരായ്മ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് തന്നെ ഒരേ ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് നമ്മുടെ സാന്തേവ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ബൈ ഫ്രണ്ട്സ്.